ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുകയാണെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് ഏറ്റവും മതേതരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജാണ്. മറ്റെല്ലാവരും വർഗീയ കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളെപ്പോലും നിശ്ചയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ ശിവസേനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ എന്തുമാത്രം സ്വാധീനമാണ് ചെലുത്തുന്നത്? ഇവിടുത്തെ ഇടതുപക്ഷ വലതുപക്ഷ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുൻപ് കേരള രാഷ്ട്രീയത്തിൽ കാണാത്ത തരത്തിലൊരു കൂട്ടുകെട്ടാണ് ഉണ്ടാകുന്നത്. ഇത് മാത്രം എന്തുമാത്രം സ്വാധീനമാണ് ഈ ശിവസേന എന്ന് പറഞ്ഞ പാർട്ടിയിൽ നിന്നും താങ്കൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ശിവസേന ഇന്ന് ദേശീയ തലത്തിൽ മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയും മഹാരാഷ്ട്രയുടെ നിലവിൽ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീ ഏക്നാഥ് ഷിൻഡേജിയുടെ നേതൃത്വത്തിൽ എൻ ഡി എയുടെ ഘടകകക്ഷിയാണ്, പ്രധാന ഘടകകക്ഷിയാണ്. ആ നിലയ്ക്ക് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ 10-30 വർഷക്കാലമായി കേരളത്തിൽ ഒരു പുതിയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ശിവസേന. 80% ജീവകാരുണ്യ പ്രവർത്തനവും 20% വരുന്ന രാഷ്ട്രീയവും മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ഏക പ്രസ്ഥാനമാണ് ശിവസേന. ഞങ്ങൾ ആംബുലൻസ് സർവീസുകൾ നടത്തുന്നുണ്ട്, അന്നദാനങ്ങൾ നടത്തുന്നുണ്ട്, അതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു 30 വർഷക്കാലത്തെ ഒരു അടിത്തറ ഇന്ന് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശത്തും ശിവസേനയ്ക്ക് നല്ല അടിത്തറയുണ്ട്. നിരവധി നേതാക്കന്മാർ ഈ മേഖലയിൽ നിന്ന് ശിവസേനയുടെ പ്രവർത്തനങ്ങളിലുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾ വർഗീയത പറഞ്ഞുകൊണ്ട് അവർ വികസനം ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയത്തെ അതിനെ വർഗീയത പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും PDP, അതുപോലെ തന്നെ നമ്മുടെ വെൽഫെയർ പാർട്ടി, ഇവരുമായിട്ടൊക്കെ കൂട്ടുചേർന്നുകൊണ്ട് വർഗീയ അജണ്ടയിലാണ് ഇപ്പോൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനകത്ത് ഇടത് വലത് മുന്നണികൾ പ്രവർത്തിക്കുന്നത്. അതേസമയം എൻ ഡി എ എന്ന് പറയുന്നത് കഴിഞ്ഞ 11 വർഷക്കാലം നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ മോഹൻ ജോർജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുകയാണെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് ഏറ്റവും മതേതരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജാണ്. മറ്റെല്ലാവരും വർഗീയ കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളെപ്പോലും നിശ്ചയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എൻ ഡി എക്ക് വലിയ വിജയപ്രതീക്ഷയാണ് ഉള്ളത്. ജനങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും ഞങ്ങൾ പ്രചരണത്തിനായി പോകുമ്പോൾ നല്ലൊരു പ്രതികരണമാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തമാകുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ശിവസേന. അത്തരം പ്രവർത്തനത്തിലൂടെയല്ലേ ജനങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നത്? അതിൻ്റെ ഗുണം ഇവിടെയുമുണ്ടോ? എന്തുമാത്രം പ്രവർത്തകരാണ് നിലമ്പൂരുള്ളത്? അല്ല, നിലമ്പൂർ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. നിലവിൽ ഒരു പഞ്ചായത്തിൽ 5-6 വാർഡുകളിൽ നമ്മുടെ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ വ്യവസ്ഥാപിത രൂപത്തിൽ എൻ ഡി എയുടെ ഒരു ഘടകകക്ഷിയായിട്ടാണ് ഇപ്പോൾ ശിവസേന പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു സംവിധാനം പൂർണ്ണമായും എൻ ഡി എക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ സംബന്ധിച്ച് ശിവസേന എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുണ്ടായ ഒരു വിഭജനത്തിന് ശേഷം ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്നത് ശ്രീ ഏക്നാഥ് ഷിൻഡേജിയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയാണ്. അപ്പോൾ ഈ പേര് മറ്റാർക്കും ഉപയോഗിക്കാനോ ചെയ്യാനോ പ്രചരിപ്പിക്കാനോ സാധ്യമല്ല. എന്നാൽ ഇന്ന് ഇവിടെ ശിവസേനയാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ശിവസേനയുടെ മറ്റ് പേരിലുള്ള സംഘടനകളാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് പല സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നതായി തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല. ശിവസേനയെ സംബന്ധിച്ച് കേരളത്തിലെ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ശിവസേന പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾക്ക് BJP മത്സരിക്കാനില്ല എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ മത്സരിക്കുവാനുള്ള അനുമതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ശിവസേനയെ സംബന്ധിച്ച് നിലമ്പൂർ മണ്ഡലത്തിൽ ഔദ്യോഗിക ചിഹ്നവും പാർട്ടി പേരുമെല്ലാം നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ആ തരത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി എൻ ഡി എയുടെ ഘടകകക്ഷി ആയിട്ട് ഞങ്ങൾ നിൽക്കുന്ന സാഹചര്യം BJP ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ എൻ ഡി എ നേതൃത്വം തീരുമാനിച്ച സാഹചര്യത്തിൽ ഇവിടുത്തെ മത്സരത്തിൽ നിന്ന് തത്വത്തിൽ ശിവസേന പിന്മാറിക്കൊണ്ട് മത്സരിക്കാതെ
BJP-യുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് മണ്ഡലത്തിൽ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വികസന മുരടിപ്പ് നിലമ്പൂരിനെ സംബന്ധിച്ച് നിരവധി വിഷയങ്ങളുണ്ട്. ഈ പറയുന്ന നിലമ്പൂർ മഞ്ചങ്കോട് റെയിൽപാത, അതുപോലെ തന്നെ ബൈപ്പാസ് വികസനം. അപ്പോൾ ഈ വികസനത്തിൻ്റെ വിഷയങ്ങൾ ആരും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നില്ല. അവർ വെറുതെ BJP വർഗീയ പാർട്ടിയാണ്, NDA വർഗീയ കൂട്ടുകെട്ടാണ് എന്ന തരത്തിലാണ് പ്രചരണം നടത്തുന്നത്. നമുക്ക് കാണാം, ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഇവിടുത്തെ ജനകീയ പദ്ധതികൾ, ഇപ്പോൾ ഗ്രാമീൺ സടക്ക് യോജനയായിരുന്നാലും ജൻധൻ ഔഷധിയായാലും ആയുഷ്മാൻ ഭാരത് ആയിരുന്നാലും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന. അപ്പോൾ ഇതൊന്നും മുദ്രാ ലോണ്, ഇതൊന്നും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല, ഈ നാട്ടിലെ മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന തരത്തിലാണ് ഈ നരേന്ദ്രമോദി സർക്കാർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ വെറും വർഗീയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നേരിടുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും PDPയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുമെല്ലാമായി കൂടിയതിലൂടെ ഇവരുടെ വർഗീയ നിറമാണ് ഇന്ന് നിലമ്പൂരിൽ പുറത്തു വന്നിരിക്കുന്നത്.